ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിന് ജാമ്യം. ACJM കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടാൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അപർണ കേസ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ടി.ജി. മോഹൻദാസിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉപാധികൾ? ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ BJP സഹയാത്രികൻ കൂടിയായ ടി.ജി. മോഹൻദാസിന് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണ് തിരുവനന്തപുരം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് കോടതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തെളിവ് ശേഖരണത്തിന് കസ്റ്റഡി അനിവാര്യമാണെന്നും മോഹൻദാസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത്, 14 ദിവസത്തേക്ക് റിമാൻഡ് കസ്റ്റഡിയിൽ വിടണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഈ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നോട്ടീസ് പോലും നൽകാതെയാണ് പ്രതിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിപക്ഷം വാദിച്ചിരുന്നു. കസ്റ്റഡി അപേക്ഷ നൽകാതെ പ്രതിയെ എങ്ങനെ കസ്റ്റഡിയിൽ ചോദിക്കുമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഉപാധികളോടുകൂടി തന്നെയാണ് ഇന്ന് ഈ ടി.ജി. മോഹൻദാസിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചാൽ എത്തണമെന്ന ഒരു ഉപാധിയും കൂടി കോടതി വെച്ചിട്ടുണ്ട്. ദീപ്തി, ശരി. എന്തായാലും ഡൽഹി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തെ അധിക്ഷേപിച്ച കേസിൽ എന്തായാലും ടി.ജി. മോഹൻദാസിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ACJM കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.